നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നും എന്താണ് തേർഡ് സിറ്റുവേഷൻസ് എന്നും അത് അവസാനിക്കുന്നതാണോ എന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ റീഡിങ്സ് നോക്കുന്നത്, ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അയാളുടെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ശരിക്കും എനർജി കണക്റ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്ത് ഈ ഒരു റീഡിങ്സിലേക്ക് നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലൊരു റീഡിങ്സ് നിങ്ങളുടെ മനസ്സിലെ ഈ ഒരു ചോദ്യത്തിന് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഡിവൈനിൽ നിന്നും മറുപടി ലഭിച്ചതിന് ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടായതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ വ്യക്തികളിലും ഡിവൈനോട് നന്ദി പറയണം. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അതല്ല നിങ്ങളുടെ ഇമോഷൻസ് എന്താണെങ്കിലും ഒരു ഹീലിംഗ് പ്രോസസ്സിങ് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തെ വളരെ വ്യക്തമായിട്ടാണെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തി നിങ്ങൾ ഹീലാകുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം എല്ലാ റീഡിങ്സിലും ഉടനീളം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റാകുന്ന ചിന്തകളെയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത്, അതായത് ആ ഒരു റിമൂവ് ചെയ്ത് കളയാനും, ആ ഒരു സാഹചര്യത്തിൽ നിന്നും തെറ്റിദ്ധാരണയിൽ നിന്നാണെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കത്തിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ നിങ്ങളെ ഡിവൈൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് ഓരോ റീഡിങ്സുകളും എടുക്കാൻ തോന്നിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എന്ത് വിഷയം എടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വിഷയമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അതിനെ നിങ്ങൾ നന്ദിയോടുകൂടി സ്വീകരിക്കുക. എത്രത്തോളം നമ്മൾ നന്ദിയുള്ളവരാകുന്നു, എത്രത്തോളം നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് മാറ്റങ്ങൾ വരികയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവാകുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. കൊടുക്കും തോറും ഏറിടുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇരട്ടി കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളിലേക്ക് ഡിവൈൻ നൽകിയ ഈ ഒരു ഇൻഫർമേഷൻസിന് തീർച്ചയായിട്ടും നന്ദി പറയുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് മറുപടി നൽകുകയും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്താണെന്നും അതിന് പരിഹാരം എന്താണെന്നും വ്യക്തമായിട്ട് നോക്കി നമുക്ക് എടുത്ത് തരാൻ സാധിക്കുകയും നിങ്ങളുടെ ശത്രു ആരാണെന്നും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി നൽകുന്നത്, നിങ്ങളെ എപ്പോഴും തളർത്തുന്നത്, നിങ്ങളെ ഹെൽത്ത് പരമായിട്ടാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ വരുത്തുന്നത് ആരാണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന തേർഡ് സിറ്റുവേഷൻസ് എന്താണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും എല്ലാം നിങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ ജീവിതത്തിലെയും ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് റീഡിങ്സിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം കിട്ടുന്നതുമാണ്. കൂടാതെ പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ സമീപിച്ച് പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത് മാത്രമല്ല, പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻറ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് മാത്രമാണ് നിങ്ങൾ ആരെയും സമീപിക്കാൻ പോകാവുള്ളൂ. അല്ലെങ്കിൽ ജനറൽ റീഡിങ്സ് തന്നെ മതി. നിങ്ങൾ കൊടുക്കുന്ന എനർജിയാണ് ജനറൽ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത്. അത് രാവിലത്തെ യൂണിവേഴ്സൽ മെസ്സേജ് ആണെങ്കിലും ഈ വൈകുന്നേരത്തെ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന എനർജിയാണ് ജനറൽ റീഡിങ്സിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു മാറ്റം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് ഇതിനകത്ത് റീഡിങ്സ് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട്. അതിനകത്ത് കാണുന്നത് ദ വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ബ്ലോക്കിംഗ് ആയിട്ട് നിൽക്കുന്നത് കുറേ ആളുകളുടെ റിലേഷൻഷിപ്പിൽ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് വെൽത്തായിട്ട്, അതായത് സാമ്പത്തിക ഭദ്രതയില്ലായ്മ, ജീവിതത്തിലൊരു പുരോഗതി വരാത്തത്, അതുപോലെ തന്നെ ആഗ്രഹിച്ച രീതിയിൽ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തതുമെല്ലാം ഇവിടെ തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി അല്ലാത്ത ഒരു അൺഹെൽത്തി എനർജിയിലുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ കുറേ ആളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി ഡിസംബർ മാസത്തിന് മാത്രമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ. നവംബർ മാസത്തിനും ഉണ്ട്. പക്ഷേ അല്ലാതെ ഓവറോൾ എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും റെസനേറ്റ് ആണ് കേട്ടോ.
അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എനർജിയിൽ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് വെൽത്ത് എനർജിയുടെ പ്രോബ്ലംസ്, കരിയർ ബ്ലോക്കേജുകൾ, ജീവിതത്തിൽ പുരോഗതി ഇല്ലാതെ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാതെ ഒരു ശത്രു വലയത്തിൽ പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ പേഴ്സൻ്റേത്. മറ്റുള്ളവരുടെ ഓവർ കൺട്രോളിങ്ങോ ഓവർ വാച്ചിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഓവറായിട്ടുള്ള പ്രസൻസ് നിങ്ങളുടെ പേഴ്സണെ എല്ലാ രീതിയിലും തളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെടുത്തി നിർത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവരുടെ ആഗ്രഹങ്ങൾക്കൊത്തും അവരാഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഹെൽത്ത് പരമായിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ നിങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസും തേർഡ് പാർട്ടി പ്രസൻസ് ആയിട്ട് നിൽപ്പുണ്ട്. തേർഡ് സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്കവിടെ കാണുന്നത്. അതായത് ഒരു രീതിയിലും നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ല, വിശ്വാസമില്ലായ്മ നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബന്ധത്തിനകത്ത് പൂർണ്ണമായിട്ട് നോക്കിയാൽ ഒരു പോസിറ്റിവിറ്റി വരുന്നില്ല. നിങ്ങൾ എത്രത്തോളം ക്ഷമയോടുകൂടി നിൽക്കാൻ ശ്രമിച്ചാലും നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസാണ്. അതായത് തള്ളിക്കളയേണ്ട കാര്യങ്ങൾ പോലും അവിടെ പ്രോബ്ലംസ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ കണക്റ്റ് ചെയ്യുന്നത് ശക്തമാകുന്നൊരു തേർഡ് പാർട്ടി പ്രസൻസ് അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നോക്കുമ്പം കാർമിക് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ബന്ധം ഒരു പക്ഷേ ലെസ് കോണ്ടാക്റ്റിലുള്ളതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്റ്റിൽ വന്നു പോകുന്ന വ്യക്തികളുടെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3ൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതായത് വ്യാഴൻ്റെ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് ശരിക്കും. അതായത് ഭഗവാന്റെ പ്രസൻസിലാണ് ഈ ഒരു ബന്ധം കുറച്ചെങ്കിലും നിലനിൽക്കപ്പെടുന്നത്. അതായത് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ ഒരു റിലേഷൻ കുറച്ചെങ്കിലും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കും. കാരണം ഇതിനകത്ത് കൺഫ്യൂസ്ഡ് എനർജിയാണ്, പ്രോബ്ലംസുകൾ സ്ട്രോങ് ആയിട്ടുണ്ട്. അതായത് അവരെ സംബന്ധിച്ച് അവരുടേതാകുന്ന ജീവിതത്തിൽ അവർക്ക് യാതൊരു രീതിയിലും ഒരു പ്രൊട്ടക്ഷനോ ഒരു സുരക്ഷിതത്വം അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച വരുന്നില്ല. അത് ഹെൽത്ത് എനർജിയെ ബേസ് ചെയ്തായിട്ടാണേലും വെൽത്ത് എനർജി ബേസ് ചെയ്തിട്ടാണേലും അവർ ചിന്തിക്കുന്ന പോലെ പ്രവർത്തിക്കാനും ആക്ഷൻ എടുത്ത് അതിൽ നിന്ന് നേട്ടങ്ങൾ എടുക്കാനും അവർക്ക് പറ്റാത്തത് അവർക്ക് വലിയൊരു ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അവർക്കൊരു വിരക്തി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അവർ ശക്തമായിട്ട് നിങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഷൗട്ടിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു രീതിയിലുള്ള അതായത് നിങ്ങൾ വളരെ ശാന്തമായിട്ട് അവരെ സമീപിച്ചാലും അതുപോലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻസാണ്. ഒരു പക്ഷേ ഒരു വൈരാഗി പെരുമാറുന്ന പോലെ, ശത്രു പെരുമാറുന്ന പോലെ ആയിരിക്കാം നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പെരുമാറുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കൂടാതെ തന്നെ ഒരു പുതിയ തുടക്കം അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സക്സസ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു യുദ്ധം നടത്തിയിട്ടാണെങ്കിലും അവർക്ക് വിജയിക്കണം, അവർക്ക് ഉയർന്ന സ്ഥാനത്തെത്തണം, അവരാഗ്രഹിച്ച തലത്തിലേക്ക് എത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം റിലേഷൻഷിപ്പിന് അവർ മുഖ്യ സ്ഥാനം കൊടുക്കാതെ അവരുടെ ഭൗതികമാകുന്ന മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളിൽ അവർ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് പാസ്റ്റിൽ ചില ഇമോഷൻസിൽ കുടുങ്ങി നിൽപ്പുണ്ട്. നിങ്ങളോട് ഇമോഷൻസ് ഉണ്ട്, നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ എനർജിയിലാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ പാസ്റ്റിലെ ഒരു ബന്ധത്തെയാണ് അവർ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിലാണ് അവർ സാറ്റിസ്ഫൈഡ് ആകുന്നതെന്നാണ് കാണുന്നത്. നിങ്ങളോടൊപ്പമുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ പാസ്റ്റിലെ ഒരു പേഴ്സണെ കുറിച്ച് അവർ വളരെ ശക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അതിനകത്തൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യണം, അവർക്കൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിലെ ഒരു ബന്ധത്തെ പൂർണ്ണമായിട്ടും മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഒരു പക്ഷേ അവർക്കൊരു അവസരം കിട്ടിയാൽ അവർ ആ പാസ്റ്റിലെ റിലേഷനിലേക്ക് ശക്തമായിട്ടും എന്തെല്ലാം പ്രതിസന്ധി
പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ എല്ലാം മറികടന്ന് അവർ ആ പാസ്റ്റിലെ ബന്ധത്തിലേക്ക് പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവർ ആ ഒരു എനർജീനെ കണക്റ്റ് ചെയ്യാനായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ പലരോടും അവർ അന്വേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ കസിൻ എനർജിയിലൊക്കെ പെട്ട വ്യക്തികളാവാം, ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് നല്ല ബന്ധമുള്ളൊരു പേഴ്സൺ ആവാം. അതായത് പേരൻസിനോട് പോലും ചോദിച്ചാൽ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ഇവരുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആകുന്ന വ്യക്തികൾക്ക് ആ തേർഡ് പാർട്ടീനെയും കുറിച്ച് വളരെ ശക്തമായിട്ട് അറിവുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു എനർജിയിലേക്കും കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആണ്. കാരണം അവർക്ക് ഒരിക്കലും ആ സാഹചര്യത്തെ മറന്നു കളഞ്ഞ് ഹീലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് പൂർണ്ണതയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. 5 സോഴ്സിൻ്റെ എനർജി നിൽപ്പുണ്ട്. വളരെ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ട്, കുറ്റബോധമുണ്ട്, സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എടുത്ത് ചാടിയ ഒരു തീരുമാനമാണോ ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം? ഇതിനകത്ത് അവർ ഒരുപാട് ഗ്രോത്ത് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി, ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ട് കണക്റ്റ് ചെയ്തതാണെങ്കിലും ഇപ്പോൾ അവരുടെ മനസ്സ്, അവരുടെ ചിന്തകൾ, തോട്ട്സിലകത്തൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതിനെ നോക്കുമ്പം പാസ്റ്റിലേക്കാണ് ആ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് എനർജി ആയിട്ട് നിൽക്കുന്നത് പാസ്റ്റിലെ ചില കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് പാസ്റ്റിൽ എന്തോ ഒരു എനർജിയെ ബേസ് ചെയ്ത് ഇവർക്കൊരു കുറ്റബോധമുണ്ട്. ഒരു പക്ഷേ ഇവരൊരു ഗാർഡിയൻ എനർജിയിൽ നിന്ന വ്യക്തിയായിരിക്കാം, അതായത് ഫാമിലി ഉള്ള പേഴ്സൺ ആയിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഗാർഡിയൻ എനർജി, അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് അവർ പൂർണ്ണത കൊടുത്തില്ല, അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ അവർ മാനിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധം തേർഡ് പാർട്ടി എനർജി പോലെ നിങ്ങളുടെ ബന്ധത്തിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എടുത്തുചാട്ടമായി പോയോ, അതല്ലെങ്കിൽ എടുത്ത തീരുമാനത്തിൽ തെറ്റുപറ്റിയോ, അവരുടെ ഒരു ഹയർ സെൽഫ് എനർജിക്ക് ഒരു ഡൗൺ സംഭവിച്ചോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവരുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റീനെ ബാധിച്ചോ എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് അവരെ വളരെയധികം കുറ്റപ്പെടുത്തുന്ന പോലെ, അല്ലെങ്കിൽ അവർ അതിനകത്ത് പശ്ചാത്തപിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഒരു വിരക്തി ഫീലിങ്സ് ഉണ്ട് ഇവരെ സംബന്ധിച്ച് കേട്ടോ. വളരെ ശക്തമാകുന്ന ഒരു വിരക്തി എനർജിയിൽ ഇവർ നിൽക്കുന്നുണ്ട്. ഫൈറ്റിംഗ് എനർജിയാണ്, മൈൻഡ് ഫൈറ്റിംഗ് ആണ്. അവരോട് തന്നെ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോഴും അവരെ സംബന്ധിച്ച് അവരുടെ പാസ്റ്റിൽ പല ഉത്തരവാദിത്തങ്ങൾക്കും പ്രാധാന്യം കൊടുത്തില്ല എന്ന ആ ഒരു കുറ്റബോധം അവരെ വളരെയധികം പിടികൂടുന്നത് നമുക്ക് നിങ്ങളുടെ റിലേഷനിലെ തേർഡ് പാർട്ടി പ്രസൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഡിലേ എനർജിയാണ് അവിടെ കാണിക്കുന്നത്. ഒരു എന്താ പറയുക, ഇമോഷണൽ സ്റ്റക്നെസ് അവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൽ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ മോശമാകുന്ന ചില സംസാര രീതികൾ, ബിഹേവിയറിലാണെങ്കിലും ഒരു മോശമാകുന്ന തലത്തിലേക്ക് പോകുന്നുണ്ടാവാം. സംസാരമാണെങ്കിലും കുറച്ച് മോശമാകുന്ന രീതിയിൽ, അതായത് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലാംഗ്വേജുകൾ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഒരുപാട് ബാഡ് സിറ്റുവേഷൻസുകൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം, അവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതൊരു വിധിയുടെ എനർജി ആയിട്ട്, ഒരു കർമ്മ എനർജി ആയിട്ട് നിങ്ങളുടെ റിലേഷനിൽ ഒരു കൺഫ്യൂസ്ഡ് എനർജി, ഒരു ഇംബാലൻസിങ് എനർജിയും തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുമ്പോഴും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ടോക്സിക് സിറ്റുവേഷൻസ് ആണ്. ഹോൾഡ് ചെയ്യുന്ന, മുറുകെ പിടിക്കും തോറും വേദന കൂടുന്നതല്ലാതെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ലാത്തൊരവസ്ഥ, ഒരു ബ്ലോക്കിംഗ് ഫീലിങ്സ് ആണ് ഈ ഒരു റിലേഷനിൽ ചില വ്യക്തികളിലുള്ള എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. വിട്ട് കളയാനും പറ്റുന്നില്ല, എന്നാൽ അതിനെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നില്ല. ഒരു പോസിറ്റിവിറ്റിയും ബന്ധത്തിൽ കാണുന്നുമില്ല. അങ്ങനെയുള്ള ഒരു ബാഡ് സിറ്റുവേഷൻസ് എനർജി, ഒരു കർമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ, അതായത് ഒരു മായാ വലയത്തിൽ പെടുത്തിയിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒരു ഡിലേ ഫീലിങ്സ്. അതായത് ഒരു പക്ഷേ കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു മീറ്റപ്പ് എനർജിയിലേക്ക് വരാനും ഒക്കെ ഡിലേ ഫീലിങ്സ് വരുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ബന്ധത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ ഒരു റിലേഷന് വേണ്ട എന്ന് വെക്കാനും പറ്റുന്നില്ല.
എന്നാൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റുന്നില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് കൂടി നമുക്ക് ചിലരുടെ എനർജിയിൽ കാണാം. ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. അതായത് ഈ ഒരു വ്യക്തിനെ വേണ്ട എന്ന് വെക്കാനും, അല്ലെങ്കിൽ ആ വ്യക്തിക്കാണെങ്കിലും ഈ ഒരു ബന്ധം വേണ്ട എന്ന് വെക്കാനും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനും സാധിക്കാത്തൊരവസ്ഥ. എന്നാൽ അതിനെ നല്ല രീതിയിൽ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലേക്ക് നോക്കുമ്പം നിങ്ങൾ എത്രത്തോളം ശക്തമായിട്ട് ഫോക്കസ് ചെയ്തോ അത്രത്തോളം ഒരു സ്തംഭന അവസ്ഥയാണ്, ഒരു മൂവ്മെൻറ്റ്സ് ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുന്നു. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. എല്ലാ രീതിയിലും നിങ്ങൾ ആ ഒരു ബന്ധത്തിനെ കറ തീർത്തെടുക്കാൻ, പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു ലോസ് എനർജിയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റക്നെസ്സും സ്തംഭന അവസ്ഥയും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ബന്ധത്തിൽ തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി ആയിട്ട് കാണുന്നത്. അതുപോലെ തേർഡ് സിറ്റുവേഷൻസിനെ നമുക്ക് എന്താണ് എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കോൺഫ്ലിക്റ്റുകളാണ്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു നിങ്ങളുടെ ബന്ധത്തിൽ. അതുപോലെ എലോൺ എനർജിയിൽ ഓവർ കൺട്രോളിങ് ചെയ്യുന്ന പോലെ, അതായത് നിങ്ങളെ ഒരു പക്ഷേ അവർ മാറ്റി നിർത്തുന്നു, ഓവറായിട്ട് നിങ്ങളെ അവർ കൺട്രോൾ ചെയ്യുന്നു. അവർക്ക് നിങ്ങൾക്കൊരു ശ്വാസം വിടാൻ പോലുമുള്ള അനുവാദമില്ലാത്ത രീതിയിൽ, അതല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെട്ട പോലെ ആരുമില്ലാത്തൊരവസ്ഥയിൽ ശൂന്യതയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഈ ഒരു ബന്ധത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. ചിലരെ സംബന്ധിച്ച് ബ്ലോക്ക് ചെയ്തു പോയിരിക്കുന്ന എനർജിയും കാണുന്നുണ്ട് കേട്ടോ. എല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു രീതിയിലും അവരെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ബൗണ്ടറി തീർത്ത് നിൽക്കുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന എനർജിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ എല്ലാ വശങ്ങളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാ സിറ്റുവേഷൻസിനെയും ഇവർ മറന്ന് ഇവരെ സംബന്ധിച്ച് നോക്കുമ്പം ഇവരുടെ ഒരു ആധിപത്യത്തിൽ, ഇവരുടെ ഒരു കൺട്രോളിൽ മൊത്തം കാര്യങ്ങളും കണക്റ്റഡ് ആകപ്പെടുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു വോയിസ് ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള ഒരു അവകാശമില്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു റിലേഷൻ്റെ ഒരു സാഹചര്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു ഏകാന്തതയാണ്, അതായത് ഒന്നുമില്ലാത്തൊരവസ്ഥ. നിങ്ങൾക്ക് മറ്റ് പല സിറ്റുവേഷൻസിലേക്കും പുറത്തു പോകാനും പറ്റുന്നില്ല. എന്നാൽ ഈ ഒരു ബന്ധത്തിൽ നിന്നും നല്ലൊരു പ്രസൻസോ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ആശ്വാസകരമാകുന്ന ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. മൊത്തത്തിൽ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന, അതായത് പിടിച്ചു മുറുക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ശ്വാസം മുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമാകുന്ന പ്രോബ്ലംസുകൾ, ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ഒന്ന് തീർന്നാൽ മറ്റൊരു പ്രശ്നത്തെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾ, ഒരു പക്ഷേ ഇതൊരു വലിയ സക്സസ്സിലേക്ക് എത്തുമെന്നുള്ളൊരു ചിന്തയോടുകൂടി തുടങ്ങിയ പ്രതീക്ഷകളെ നമുക്കിവിടെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം ബ്ലെസ്സിങ്സ് ഉള്ള, ഏറ്റവും നല്ല രീതിയിൽ പോകാവുന്ന ഒരു ബന്ധത്തെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഗൈഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ഒരു ത്രാണിയുണ്ട് ഈ ഒരു ബന്ധത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്കവിടെ വോയിസ് ഇല്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയിലേക്ക് കൂടുതൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയുടെ ഒഴുക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഫിസിക്കൽ പരമായിട്ടാണെങ്കിലും ഇമോഷണൽ പരമായിട്ടാണെങ്കിലും നിങ്ങൾ അനുഭവിക്കേണ്ട പല കാര്യങ്ങളും മറ്റൊരു വ്യക്തിയിലേക്ക് ഒഴുകിപ്പോകുന്നു അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് സ്റ്റക്നെസ് ആണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയാണ് ഈ ഒരു ബന്ധത്തിൻ്റെ ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവസാനിക്കുമോ എന്നൊരു ചോദ്യത്തിന് നമുക്ക് ഡിവൈൻ തന്നിരിക്കുന്നത് കർമ്മ ബേസിലുള്ള ബന്ധങ്ങൾക്ക് ഇച്ചിരി എഫോർട്ട് എടുത്താൽ, നിങ്ങൾ കുറച്ച് സ്ട്രഗിളിങ് ചെയ്താൽ കർമ്മ ബേസിൽ നിൽക്കുന്ന ബന്ധങ്ങൾ അവസാനിക്കും കേട്ടോ. കർമ്മപരമായിട്ട്, അതായത് നിങ്ങൾക്കിടെ വിധിയിൽപ്പെട്ട ബന്ധങ്ങൾ അവസാനിക്കുമെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന വ്യക്തി, അതായത് ഇപ്പോഴും നിങ്ങളുമായിട്ട് ചെറിയ കോണ്ടാക്റ്റും കാര്യങ്ങളും ഉള്ള വ്യക്തിക്ക് നിങ്ങൾക്ക് തമ്മിലൊരു റീബർത്ത് എനർജി വരുന്നുണ്ട്. അവിടെ തേർഡ് സിറ്റുവേഷൻസ് അവസാനിക്കും കേട്ടോ. കർമ്മ ബേസിലാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും നമുക്ക് ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവസാനിക്കാൻ. അതേസമയം നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന വ്യക്തി ജസ്റ്റ് ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇച്ചിരി കണക്ഷൻസ് ഉള്ള റിലേഷൻഷിപ്പിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം
ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ട്, നമുക്ക് 100% ഉറപ്പിച്ചു വെക്കാൻ പറ്റും. അതേസമയം ഒരുപാട് സ്ട്രെസ്സോട് കൂടി ഒരുപാട് പ്രോബ്ലംസുകൾ പറയുകയും ഫാമിലി എനർജിയുടെ പ്രസൻസ് ഉള്ള റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് ആണ്. ആ ബന്ധനത്തിൽ നിന്ന് പുറത്ത് കടക്കുക എന്നത് അസാധ്യമായിട്ടാണ് കാണുന്നത്. അതായത് അവരെ തന്നെ ഒരു വിശ്വാസമില്ലാതെ നിൽക്കുന്ന, അതായത് മറ്റുള്ളവരുടെ കൺട്രോളിൽ നിൽക്കുന്ന വ്യക്തികൾ, പുറമേ ഉള്ള ഫാമിലി ആയിക്കോട്ടെ, ഇനിയിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയൊക്കെ ഉള്ള മാരേജൊക്കെ കഴിഞ്ഞ വ്യക്തികളുടേതാവാം, അതല്ലെങ്കിൽ കുടുംബപരമാകുന്ന ബന്ധങ്ങളുടെ അഡിക്ഷനിൽ അവരുടെ ആ ഒരു കൺട്രോളിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണുന്നത് തീർച്ചയായിട്ടും ബന്ധനം തന്നെയാണ്. ഡബിൾ എനർജിയാണ്. ഒരു ബ്ലാക്ക് മാജിക് പോലുള്ള ഒരു പ്രസൻസ് അതിനകത്ത് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവർക്കും നിങ്ങളിലേക്ക് വരിക എന്നത് അസാധ്യമാണ്. കുറച്ച് സമയമെടുക്കേണ്ടി വരും. നിങ്ങളപ്പോൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ പുറത്ത് കടക്കുക. നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്കും നിങ്ങളിൽ ഫോക്കസ് ചെയ്തു പോകുക. അപ്പം ഈ ഒരു സമയ പീരീഡ് കഴിയുമ്പോൾ, അതായത് ഡബിൾ എനർജി പ്രസൻസിനൊരു സമയമുണ്ട്, അത് കഴിയുമ്പം പൂർവാധികം ആത്മാർത്ഥതയോടും ശക്തിയോടും കൂടി നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അതുപോലെ ഒരു ലേഡി പ്രസൻസിലോ മദർ പ്രസൻസിൻ്റെയോ കൺട്രോളിൽ നിൽക്കുന്ന ബന്ധവും താമസമുണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേരാനെന്നാണ് കാണുന്നത്. അതും ഓവർ കൺട്രോളിംഗ് ആയിട്ട് തന്നെയാണ്. അതും ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്ന എനർജീനെയാണ് കാണുന്നത്. ആ എനർജി ആണെങ്കിലും നിങ്ങളിലേക്ക് വരാൻ താമസമെടുക്കും. ലേഡി പ്രസൻസിൻ്റെ ഒരു ഫെമിനിയൻ എനർജിയുടെ കൺട്രോളിലുള്ള വ്യക്തിനെ കാണുന്നത്. കൂടാതെ തന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷൻസും ആവാം. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് അത് പെട്ട് നിൽക്കുക തന്നെയാണ്. അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ കുറച്ച് അസാധ്യമാണ്. ഈ ഡബിൾ എനർജിക്കാർക്കും അതെ, ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയിൽ നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 8 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഡിഫറൻസ്, അത് റിലീജിയനായിട്ടോ ഏജ് പരമായിട്ടോ അല്ലെങ്കിൽ മാരിയേജ് എനർജിയെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടോ ലാംഗ്വേജ് ഡിഫറൻസ് ഉള്ളവരായിട്ടോ നമ്മുടെ ആ ഒരു റിലീജിയൻ അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർ മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് നിങ്ങളിൽ നിന്നും പോകുകയാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല, ഇത് നമുക്കിടയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ടെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്താണെങ്കിലും ഒരു വീഴ്ചയാണ് നമുക്ക് കാണുന്നത്. ആ വീഴ്ചയിൽ നിന്നും നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചിങ് ഉണ്ടാകും എന്ന ആ ഒരു എനർജി നമുക്കിതിനകത്ത് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ ആ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി ആക്ഷൻ എടുക്കുക. കാലം നിങ്ങൾക്ക് അർഹതയുള്ളത് എന്തും നിങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. ഈ വന്നതൊന്നും നിങ്ങൾ ആഗ്രഹിച്ചു വന്നതല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില പ്രസൻസുകൾ നിങ്ങളെ തേടി വന്നുവെങ്കിൽ ഇനിയും ലൈഫിൽ മിറാക്കിളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളിൽ നിന്നും വരുന്നതും നമ്മളിലേക്ക് വരുന്നതും നമ്മളിൽ നിന്നും പോകുന്നതൊന്നും നമ്മളുടെ അനുവാദത്തിൻ്റെ പുറത്തല്ല. അതെല്ലാം പ്രകൃതിയിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന ചില എനർജികളെ കണക്റ്റ് ചെയ്താണ്. അപ്പം വരുമ്പം സ്വീകരിക്കുക. പോകുന്നവയെ സന്തോഷത്തോടു കൂടി തന്നെ യാത്രയാക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് ഒരാളുടെ സ്നേഹത്തെ നമ്മൾ സ്വീകരിക്കുമ്പം ഒരു ഡോറ് അവിടെ തുറക്കുമ്പം മറ്റൊരു ഡോറും തുറന്ന് തന്നെ ഇട്ട് വേണം സ്വീകരിക്കാൻ. കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോകാൻ എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അതൊരു നഗ്ന സത്യമാണ്. മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ. മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ.